തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ വേനൽ മഴ. ഇടിയോടുകൂടിയാണ് മഴ. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം വേനൽ മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. സാന്ത്വന സാജു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വാന്തന, കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. വലിയ ആശ്വാസമായോ തിരുവനന്തപുരത്തുകാർക്ക്? സാന്ത്വന, കേൾക്കാമോ? തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ വേനൽ മഴ പെയ്യുകയാണ്. ഇടിയോടുകൂടിയാണ് മഴ പെയ്യുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം വേനൽ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് മഴ പെയ്യുന്നത്. സാന്ത്വന ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സാന്ത്വന, മഴ പെയ്തതിന്റെ ആശ്വാസമുണ്ടോ തിരുവനന്തപുരത്തുകാർക്ക്? തീർച്ചയായിട്ടും രേഷ്മ, തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഈ മഴയിലൂടെ ലഭിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, സംസ്ഥാനത്ത് ഏതാണ്ട് ജനുവരി മുതൽക്ക് തന്നെ വളരെ വലിയ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനൊരു ആശ്വാസമായി ഇപ്പോൾ നല്ല ശക്തമായ ഒരു വേനൽ മഴ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ നഗരപ്രദേശങ്ങളിലാണ് ഇപ്പോൾ മഴ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മഴ കുറച്ചൊന്ന് ശമിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാണാം, വളരെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അതിനോടകം തന്നെ പലയിടങ്ങളിലും ഉണ്ടായ ഒരു കാഴ്ചയാണ്. കാരണം അത്രയും ശക്തമായ ഒരു മഴ തന്നെയാണ് വളരെ കുറച്ച് സമയത്തിനകത്ത് ഇവിടെ പെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി തിരുവനന്തപുരം നഗരത്തിന്റെ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 36-37 ഡിഗ്രി സെൽഷ്യസ് താപനിലയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ചൂടിന് തീർച്ചയായിട്ടും ഒരു ആശ്വാസം തന്നെയാണ് ഈ ശക്തമായ വേനൽ മഴ എന്ന് പറയുന്നത്. കാരണം ഇത്രയും ചൂട് കുറേ മാസങ്ങളായി നമ്മൾ ഈ ചൂടിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഏപ്രിൽ ആദ്യ വാരത്തോടുകൂടി ഒരു വേനൽ മഴ ഉണ്ടാകും. നമ്മൾ സാധാരണമായി ഏപ്രിൽ ആദ്യ വാരത്തിൽ അങ്ങനെ ഒരു വേനൽ മഴ പ്രതീക്ഷിക്കുന്നതാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുന്നറിയിപ്പ് പോലെ തന്നെ ആ മഴ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ആശ്വാസം തീർച്ചയായിട്ടും. സാന്ത്വന, എന്നാണെങ്കിലും തിരുവനന്തപുരത്ത് ആശ്വാസ മഴ എത്തിയിരിക്കുന്നു. വിവരങ്ങളാണ് സാന്ത്വന സാജു നൽകിയത്.